ഹായ്, പ്രിയ സ്റ്റിലേറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മത്തങ്ങ കേക്കാണ്. ഇതിൽ ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചേർത്തേക്കുന്നത്. പക്ഷേ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ഇല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് പംകിൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ആ മത്തങ്ങ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മീഡിയം തീയിൽ വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അധികം നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് താഴെ മതി. മത്തങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ കോമളകൾ വന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എനിക്ക് നാട്ടിലത്തെ മത്തങ്ങ കിട്ടിയില്ല, അതുകൊണ്ടാണ് കളറ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. നാട്ടിലത്തെ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പം ഇത് അടുപ്പത്തിട്ട് വേവിക്കുമ്പോൾ ആ മഞ്ഞ കളർ ഒന്നും കൂടി ഡാർക്കായിട്ട് ചെറിയ ഓറഞ്ച് കളർ മാതിരി വരും. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഇഞ്ച് വലിപ്പമുള്ള ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റും എണ്ണ തടവിയിട്ട് താഴെ ഒരു ബട്ടർ പേപ്പറും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടികൾ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ചു. 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്, കുറച്ച് സ്പൈസസ്. ഇതൊരു പംകിൻ സ്പൈസ് കേക്കാണ്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, നട്ട്മെഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. അത് പൊടിയായിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതിക്കയുടെ കുരു ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. അത് 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓവൻ ഒരു 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിനു മുന്നേ ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ അടുപ്പത്ത് വെച്ചിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം സംശയമുള്ളവർക്ക് ആ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ ഒരു ക്ലീൻ ബൗളെടുത്ത് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ട ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് വേണം എടുക്കാനായിട്ട്. ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒത്തിരി നേരമൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട. കുറച്ച് നേരം ഒരു 1 മിനിറ്റ് ഓളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അങ്ങോട്ട് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ട്രിപ്പ് ആ പൊടികളിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മത്തങ്ങ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതും കൂടി കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മാറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ കേക്ക് ഞാൻ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. ഈ കേക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു ഏകദേശം ടേസ്റ്റ് വരും. അപ്പം നിങ്ങൾക്ക് ഐസിങ് ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ച് മൈദയിൽ മിക്സ് ചെയ്ത് ഈ സമയത്തൊന്ന് ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം ഐസിങ് ചെയ്യണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത്
ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ് വേണ്ടി വരും റെഡിയാവാനായിട്ട്. ഞാൻ 35 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ബേക്കിംഗ് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാം. സൈഡ് പയ്യെ ഒന്നിങ്ങനെ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് പിടിച്ചു കൊടുക്കാം. നമ്മൾ ആ ചേർത്ത സ്പൈസസിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. കേക്ക് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. നമ്മൾ ഇതിലേക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ക്രീം ചീസ് എടുക്കണം. ഇനി ഒരു ബീറ്റർ വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. ഇനി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ചീസ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് 225 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പം ഇതിലേക്ക് വേണ്ടി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ബട്ടർ എടുത്ത് പുറത്ത് വയ്ക്കണം. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇങ്ങനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഐസിങ് ഷുഗർ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഐസിങ് ഷുഗർ ചേർക്കുമ്പം അരിച്ചിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ട്. ഇതിൽ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഐസിങ് ഷുഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര പൊടിച്ചത് ചേർത്താലും മതി. പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോഴും ഇതേപോലെ അരിച്ചിട്ട് വേണം ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ സ്പാച്ചില വെച്ച് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കൂടി ഇവിടെ ഫുള്ള് തെറിക്കും. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി വീണ്ടും ഇതേപോലെ കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഐസിങ് ഷുഗർ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ബട്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മഞ്ഞ കളറായിരുന്നു. ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചും കൂടി ഒരു കളർ മങ്ങി കുറച്ച് വെളുത്ത കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ക്രീം ചീസ് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ട്രിപ്പായിട്ട് ചേർത്താൽ മതി. നമ്മുടെ ക്രീം ചീസും ബട്ടറും കൂടി നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് കുറച്ച് ഫ്രോസ്റ്റിങ് ഇതിൻ്റെ മുകളിലോട്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് ആദ്യത്തെ ലെയർ വയ്ക്കാം. ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കാം. സ്റ്റിങ് ഇടാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് അടുത്ത ലെയർ വയ്ക്കാം. ഇനി മുകളിലത്തെ ലെയർ വയ്ക്കാം. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്യാം.
ഇപ്പം നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലോട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന ആ ഫ്രോസ്റ്റിങ്ങിലോട്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജെൽ കളറാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളർ എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹാലോവിൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബ്ലാക്ക് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കോട്ട് ചെയ്ത കേക്കിലേക്ക് നമുക്ക് ഈ ബ്ലാക്ക് ഐസിങ് തേക്കാൻ തുടങ്ങാം. ഇനി ഇങ്ങനത്തെ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. സ്ക്രൈപ്പർ ഓരോ വട്ടം യൂസ് ചെയ്യുമ്പോഴും ഒന്ന് തുടച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഈ മുകൾ ഭാഗവും ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ലെവലാക്കാം. ഇപ്പോൾ കേക്ക് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡെക്കറേഷൻസ് ചെയ്യാം. ഡെക്കറേഷൻസ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സൈഡിലൊന്ന് ആക്കി കൊടുക്കാൻ പോവാണ്. ഇത് മീതേക്ക് ഞാൻ ഒരു ഗോൾഡ് ഡ്രിപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കുമ്പോഴത്തേനും ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഗോൾഡ് കളറിൽ എഡിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇതിന് ലസ്റ്റർ ഡസ്റ്റ് എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ എക്സ്ട്രാക്റ്റ് ആണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ലെമൺ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലെമൺ എക്സ്ട്രാക്റ്റ് ചേർക്കാം. നമ്മളിതിങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് എന്തോരം വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ലെമൺ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതിനി നമുക്ക് കേക്കിലോട്ടൊന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ ട്രിപ്പ് ഞാൻ കേക്കിന് ചുറ്റും ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ഐസിങ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു 2D വിൽട്ടൻ്റെ 2D നോസിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. കേക്കിന് മുകളിലായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പംകിൻ സ്പൈസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.